പ്രണയമന്താരം. റബ്ബർ വെട്ടി പാലെടുത്തുകൊണ്ടിരിക്കുവാണ് രാജൻ. പതിവില്ലാതെ തൻ്റെ ഫോൺ അടിക്കുന്ന കണ്ട് അയാൾക്ക് വെപ്രാളമായി. നോക്കിയപ്പോൾ ശോഭയാണ്. അയാൾ വേഗം ഫോൺ എടുത്തു. ഹലോ ചേട്ടാ, എന്താടി, എന്നെ എടുക്കുക? ഇത് ചോദിക്കാനാണോ നീ ഇപ്പം എന്നെ വിളിച്ചത്? അയാൾക്ക് ദേഷ്യം വന്നു. അതല്ല ചേട്ടാ, ഞാനേ ഒരു സന്തോഷ വാർത്ത പറയാൻ വിളിച്ചതാ. എന്നാടി? അത് പിന്നെ ചേട്ടാ, ഞങ്ങൾ പോയി കണ്ടില്ലേ, ആ പെൺകുട്ടിയുടെ അച്ഛമ്മ ഇപ്പം എന്നെ വിളിച്ചു. അതെയോ? എന്നിട്ടോ? അവർക്ക് ഈ കല്യാണത്തിന് സമ്മതാണെന്ന് പറഞ്ഞു. ഏ, സത്യമാണോടി? അതെ ചേട്ടാ, ആ അച്ഛമ്മയാണ് ഇപ്പം എന്നെ വിളിച്ച് വെച്ചതേ ഉള്ളൂ. എൻ്റെ ഭഗവാനെ, എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം ഒന്ന് നടന്ന് കണ്ടാൽ മതിയായിരുന്നു. രാജൻ്റെ വാക്കുകൾ ശോഭ കേട്ടു. കണ്ണനെ വിളിച്ചറിയിച്ചോടി? അയാൾ ചോദിച്ചു. അവനെ വിളിച്ചില്ലേ ഏട്ടാ, ഞാൻ ആദ്യം ചേട്ടൻ്റെ ഫോണിലേക്കാണ് വിളിച്ചത്. വേറെ എന്തു പറഞ്ഞിടിയാ അമ്മ? അവർക്ക് സമ്മതക്കുറവൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടുന്ന് വേണ്ടപ്പെട്ട ആളുകളൊക്കെ, എന്നാൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ. അവർക്ക് ഇവിടെ വന്നല്ല ഇഷ്ടപ്പെടണ്ടേ? ശരിയാ, എത്രയും പെട്ടെന്ന് അവർ വരട്ടെ, അല്ലേടി? അതെ, എൻ്റെ പൊന്നു തമ്പുരാനെ, തടസ്സങ്ങളെല്ലാം മാറി എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതം കൊടുക്കണേ, ശോഭ പ്രാർത്ഥിച്ചു. എന്ന് നീ വെച്ചോടി, ഞാൻ പിന്നെ വിളിക്കാം. ഇനി 150 മരത്തിൻ്റെ കൂടി പാലെടുക്കാൻ കിടക്കുക. ആ ശരി ഏട്ടാ, ഞാൻ കണ്ണനെയും രാജിമോളെയും ഒന്ന് വിളിച്ചു പറയട്ടെ. ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് അവർ വേഗം കണ്ണൻ്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അവനെടുത്തില്ല. വണ്ടി ഓടിക്കുമായിരിക്കുമെന്ന് ശോഭയ്ക്ക് തോന്നി. അടുത്തതായി അവർ രാജിയാണ് വിളിച്ചത്. ഹലോ മോളെ, നീ എന്തെടുക്കുവാടി? ഞാൻ കുറച്ച് വാഴയ്ക്ക അരിഞ്ഞ് തോരൻ വെക്കാൻ തുടങ്ങുമായിരുന്നമ്മേ. കുഞ്ഞെന്തേടി? അവനെ ഉറക്കി. അമ്മയോ? മീൻ വെട്ടുവാ. അമ്മ വെറുതെ വിളിച്ചതാണോ? മോളെ, ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വിളിച്ചതാ. എന്താമ്മേ, ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചോ? ഉവ്വ്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? എനിക്കെങ്ങനെ തോന്നി അമ്മേ, അതുകൊണ്ടാണ്. ശരിയാ മോളെ, കുറച്ചു മുമ്പെയാണ് കാളന്തിയുടെ അച്ഛമ്മ വിളിച്ചത്. അവർക്ക് സമ്മതക്കുറവൊന്നുമില്ലെന്ന് പറഞ്ഞു. അതെയോ? എൻ്റെ ഭഗവാനെ, എങ്ങനെയെങ്കിലും അവൻ്റെ കല്യാണം നടന്ന് കണ്ടാൽ മതിയായിരുന്നു. സത്യ അടിമോളെ, എന്തുമാത്രം നേർച്ച കാഴ്ച നടത്തി നോക്കിയിരിക്കുമോ നമ്മൾ. അവൻ്റെ കല്യാണം ഒന്ന് നടന്ന് കാണാൻ. നടക്കും അമ്മേ, ഈശ്വരൻ എപ്പോഴെങ്കിലും കണ്ണു തുറക്കാതിരിക്കില്ലല്ലോ. ആ അതേടി. അമ്മ അവനോട് വിളിച്ചു പറഞ്ഞോ? അവനെ വിളിച്ചിട്ടെടുത്തില്ല, അച്ഛനെ വിളിച്ചു പറഞ്ഞു. പിന്നെ ഞാൻ നിന്നെ വിളിക്കുക ചെയ്തേ. അച്ഛന് എന്നാ പറഞ്ഞമ്മേ? അച്ഛന് ഭയങ്കര സന്തോഷമായി. അവരോടെ താമസിക്കാതെ ഇങ്ങോട്ട് വരാൻ പറ. ഇനി ആ കൊച്ചിന് വേറെ വല്ല ജോലിക്കാരുടെ ആലോചന വന്നാൽ പിന്നെ അതെങ്ങാനും ഉറപ്പിച്ചാലോ? ഓ, അങ്ങനൊന്നും വരില്ലടി. അതെ, എനിക്കറിയാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ കുട്ടിയാകും അവന് വിധിച്ചത്. ആ, എന്നാ നീ വെച്ചോടി മോളെ, നേരം കുറിച്ചായില്ലേ. കുഞ്ഞുണരും മുമ്പ് കറി വയ്ക്ക്. അമ്മേ, സുമേഷ് ഏട്ടനോട് കൂടി ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണേ. പറയാം, അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ. എന്ന് ശരിയമ്മേ, ഞാൻ വിളിക്കാം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ശോഭയ്ക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി. സ്വന്തം കൂടപ്പിറപ്പും മകളും ചതിച്ചതിൻ്റെ പേരിൽ തൻ്റെ മകൻ്റെ ജീവിതം വഴിയാധാരമായി പോകുമല്ലോ എന്നോർത്ത് തേങ്ങാത്ത ഒരു രാത്രി പോലും അവർക്കുണ്ടായിരുന്നില്ല. എല്ലാവരും ശോഭയാണ് കുറ്റപ്പെടുത്തിയത്. ഒരുപാട് കുത്തുവാക്കുകൾ അവർക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അവർ ചെയ്തത്. 2 മണിയായപ്പോഴേക്കും രാജൻ ജോലി കഴിഞ്ഞെത്തി. പുഞ്ചിരിയോടെ പൂമുഖത്ത് നിൽക്കുന്ന ഭാര്യയെ നോക്കി അയാൾ ഉമ്മറത്തേക്ക് കയറി വന്നു. എന്താടി, നിനക്ക് സമാധാനമായോ? മുഴുവനായും ആയിട്ടില്ല, എന്നാലും ഒരു മഴ പെയ്ത് തോർന്ന പോലെയുണ്ട്. ഞാൻ മാത്രം എൻ്റെ മരുമകളെ ഒന്നും കണ്ടില്ലല്ലോടി. ഞാനും അത് ഓർത്തേട്ടാ. ആ, ആദ്യം അവരിങ്ങോട്ട് വരട്ടെ. ഇവിടെയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പോയി കൊച്ചിനെ കണ്ടോളാം. ആകെപ്പാടെ കണ്ണനിന്ന് ഒരു കാര്യം മാത്രമേ മറച്ചു വെച്ചുള്ളൂ. ശോഭ ശബ്ദം താഴ്ത്തി. എന്താടിയത്? അല്ല, കൊച്ചിൻ്റെ പ്രായം? ശരിയാ, 20 വയസ്സല്ലേ ആയുള്ളൂ. കണ്ണന് 32 ഉണ്ട്. വരുന്നവരാരെങ്കിലും പ്രായം ചോദിച്ചാൽ
ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതങ്ങ് പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ അവർക്ക് സമ്മതാവോ ആവോ? എടി, ഇത് നമുക്ക് വിധിച്ച കുട്ടിയാടി. നീ ഓരോന്നോർത്ത് തല പുണ്ണാക്കണ്ട. കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. വല്ലാത്ത പരവശം. ഞാനത് മറന്നു. ശോഭ വേഗം അടുക്കളയിലേക്ക് ചെന്ന് കഞ്ഞിവെള്ളം ഉപ്പിട്ടെടുത്തുകൊണ്ട് വന്ന് ഭർത്താവിന് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടു. ശോഭ അലക്കിയ തുണികളെല്ലാം ഊരിപ്പിഴിഞ്ഞ് വിരിക്കുവാണ്. ഇന്ന് നീ നേരത്തെയാണോ? മകനോട് രാജൻ ചോദിക്കുന്ന കേട്ടുകൊണ്ട് ശോഭയും വേഗം ഇറങ്ങി വന്നു. ഈ നോട്ടം കുറവായിരുന്നു. ഞാൻ വിളിച്ചിട്ട് എന്നാടാ നീ ഫോൺ എടുക്കാഞ്ഞത്? അമ്മ കാലത്തെ പറഞ്ഞു വിട്ട സാധനം ഞാൻ മേടിച്ചായിരുന്നു. അവൻ കയ്യിലിരുന്ന പൊതി അമ്മയെ ഏൽപ്പിച്ചു. ഇതെന്നതാ? അമ്മയല്ലേ പറഞ്ഞത് അടപ്രഥമൻ ഉണ്ടാക്കാൻ അടയും ശർക്കരയും മേടിച്ചോണ്ട് വരണമെന്ന്. ഓ, അതോ? അത് അടുത്ത ദിവസം ആയാലും മതി. എന്നിട്ട് അങ്ങനെയല്ലല്ലോ അമ്മ പറഞ്ഞത്, ഇന്ന് തന്നെ കൊണ്ടുവരണമെന്നല്ലേ? കണ്ണന് ദേഷ്യം വന്നു. ചെറുക്ക, ശ്രീകുട്ടിയുടെ പിറന്നാളാ ഞായറാഴ്ച. അന്ന് ഇത്തിരി പായസം ഉണ്ടാക്കാനായിട്ടാ ഞാൻ പറഞ്ഞു വിട്ടത്. പിന്നെ നീ മറന്നാലോ എന്ന് കരുതി. അമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. ഞാൻ എല്ലാ കാര്യവും മറന്നിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? ഓ, തുടങ്ങി രണ്ടാളും കൂടി. ആ പെങ്കൊച്ചിവിടെ വരുമ്പോഴും ഇതുപോലെ ബഹളവും വഴക്കവും ഉണ്ടാക്കിയേക്കരുത് കേട്ടോ. രാജൻ ഒച്ച വെച്ചു. ഏത് പെങ്കൊച്ച്? കണ്ണൻ അച്ഛനെ നോക്കി. കാളിന്തി മോള്, അല്ലാതെ പിന്നെ ആരാ? ഏത് കാളിന്തി മോൾ? അവനൊന്നും മനസ്സിലായില്ല. എടാ, നീ പോയി കണ്ട പെങ്കൊച്ചില്ലേ, അവള് തന്നെ. അല്ലാതെ ആരാ? അവളുടെ പേര് കാളിന്തി എന്നാണോ? കല്ലു എന്നല്ലേ? കണ്ണിന് സംശയമായി. ശരിക്കുമുള്ള പേര് കാളിന്തി എന്നാ എല്ലാവരും വിളിക്കുന്നതാടാ കല്ലൂന്ന്. സത്യം പറഞ്ഞ കണ്ണിന് അവളുടെ പേരറിയില്ലായിരുന്നു. കല്ലൂന്ന് വിളിച്ചപ്പോൾ കല്യാണി എന്നോ മറ്റോ ആകുമെന്ന് കരുതി. ഇത് കാളിന്തി ഒരു വെറൈറ്റി പേരാണല്ലോ, അവൻ മനസ്സിൽ ഓർത്തു. മോനെ, ആ കൊച്ചിൻ്റെ അച്ഛമ്മ വിളിച്ചടാ. അവർക്ക് മോനെ ഇഷ്ടമായെന്നും ഈ കല്യാണത്തിന് സമ്മതാണെന്നും എന്നോട് പറഞ്ഞു. അത് പറയാനാ ഞാൻ നിന്നെ വിളിച്ചത് മൊത്തം. അമ്മ പറയുന്ന കേട്ട് കണ്ണൻ അന്തിച്ചു നിന്നു. എടാ, ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? മകനെ നോക്കി ശോഭ. അവരെപ്പോഴാണ് വിളിച്ചത്? ആ അമ്മ വിളിച്ചു വെച്ച് കഴിഞ്ഞാ ഞാൻ നിന്നെ വിളിച്ചത്. പക്ഷെ നീ ഫോൺ എടുത്തില്ലല്ലോ. ആ, ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നു. ആ കവലയുടെ അപ്പുറത്തെ പാലത്തിൻ്റെ അടുത്തേ സ്ഥിരം ചെക്കിംഗ് ഉണ്ട്. മോനെ കണ്ണ, നിനക്ക് ഇഷ്ടമായില്ലടാ കുട്ടിയെ? അച്ഛൻ ചോദിച്ചപ്പോൾ കണ്ണൻ അയാളെ ഒന്ന് നോക്കി. ആ, വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. അതിലെന്തോ ഒരു തൃപ്തിക്കുറവ് പോലെ ആണല്ലോ മോനെ. ആ, അമ്മയുടെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. തൃപ്തിക്കുറവ് എന്താണെന്ന് അമ്മയ്ക്ക് ശരിക്കും അറിയാമല്ലോ. അവൻ മുറിയിലേക്ക് കയറി പോകുന്നതിനിടയിൽ പറഞ്ഞു. ശോഭ വിഷമത്തോടെ ഭർത്താവിനെ നോക്കി. നിനക്ക് മിണ്ടാതിരുന്ന പോരായിരുന്നോ? വെറുതെ വടി കൊടുത്ത് അടി മേടിക്കാനായിട്ട്. അവന് ഇഷ്ടമായത് നീ അറിഞ്ഞതല്ലേ, എന്നിട്ടും ഓരോ വർത്താനം. അതുകൂടി കേട്ടപ്പോൾ ശോഭയ്ക്ക് വിഷമം കൂടി. എന്നാൽ ഈ സമയം മുറിയിലെത്തിയ കണ്ണനാണെങ്കിൽ കല്ലുവിൻ്റെ മുഖം ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുവാണ്. ഷർട്ടും പാവാടയും ഇട്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി വന്ന പെൺകുട്ടി. ആകെ കൂടി ഇത്തിരിയേ ഉള്ളൂ. എടാ കണ്ണാ, ഈ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാ. ഒരു പ്രസവമൊക്കെ കഴിയുമ്പോൾ അവളാളാകെ മാറും. ഇല്ലെങ്കിൽ നീ കണ്ടോ? ബാപ്പൂട്ടിയോട് തൻ്റെ ഉള്ളിലിരിപ്പ് പറഞ്ഞപ്പോൾ അവൻ നൽകിയ മറുപടിയായിരുന്നു. എന്നിട്ട് ഓരോരോ ഉദാഹരണങ്ങൾ. സൈദിൻ്റെ ഭാര്യ, നിസാറിൻ്റെ പെങ്ങള്, ഹസിയുടെ ഭാര്യ, അങ്ങനെ പോകുന്നു അവൻ്റെ എക്സാമ്പിൾ. പക്ഷെ ഇത് ശരിക്കും ഒരു ഈർക്കിലിക്കോല്. അവളെ ഒന്ന് കാണാൻ, ആ ശബ്ദം ഒന്നുകൂടെ കേൾക്കാൻ തോന്നി അവന്. ഓ, ഇതെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ? അത്രമാത്രം കാണാൻ എന്തിരിക്കുന്നു? താൻ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചാണോ നിന്നത്? ചേ. അവൻ തലക്കിട്ടൊരു കൊട്ട് കൊടുത്തുകൊണ്ട് റേഡിയോ ഓൺ ചെയ്തു. വൈകുന്നേരം 6 മണിയായപ്പോൾ ഉഷ അമ്മയെ വിളിച്ചു. എന്നിട്ട് അവളുടെ ഭർത്താവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. അച്ചമ്മ അയാളോട് ഓരോരോ കാര്യങ്ങൾ വിസ്തരിച്ച് പറഞ്ഞു. ഉഷ പറഞ്ഞ പോലെ ഞായറാഴ്ച പോകാമെന്ന് അയാളും പറഞ്ഞു. തൽക്കാലം നമുക്ക് 3 പേർക്ക് പോകാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒത്തുവന്നാൽ എല്ലാവരോടും പറയാമെന്ന് പ്രസന്നൻ പറഞ്ഞു. അച്ചമ്മയും അത് മതിയെന്ന് സമ്മതിച്ചു. പിന്നീട് അച്ചമ്മ ശോഭയെ വിളിച്ചു. അവർ ഞായറാഴ്ച
ഏകദേശം 12 മണിക്ക് മുൻപേ എത്തുമെന്ന് പറഞ്ഞു. അത് കേട്ടതും ശോഭയ്ക്ക് പെരുത്ത് സന്തോഷമായി. ശോഭയും ശ്രീകുട്ടിയും കല്ലുവിനോട് സംസാരിച്ചു. രാജൻ്റെ കയ്യിലും അവർ ഫോൺ കൊടുത്തു. അയാളും അവളോട് സ്നേഹത്തോടെ വിശേഷങ്ങളൊക്കെ തിരക്കി. കണ്ണനാണെങ്കിൽ ടി വിയിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവനും അവരുടെയൊക്കെ സംസാരത്തിലാണ്. വീട്ടിലെല്ലാവർക്കും കല്ലുവിനെ ഒരുപാട് ഇഷ്ടമായിന്ന് അവന് തോന്നി. ശ്രീകുട്ടിയാണെങ്കിൽ അവളുടെ നമ്പറിൽ നിന്നും കല്ലുവിനെ വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി. അച്ഛൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ്. പക്ഷെ രാജൻ അവളെ വിലക്കി. അതൊന്നും വേണ്ട മോളെ, ആദ്യം അവർ വന്ന് കണ്ടിട്ട് പോട്ടെ. എന്നിട്ട് ഇവിടെ ഇഷ്ടമായെങ്കിൽ അടുത്ത ദിവസം ഉച്ചതിരിഞ്ഞ് ഞാൻ അവിടെ വരെയൊന്ന് പോകും. അതുതന്നെയാണ് ശരിയെന്ന് അമ്മയും പറഞ്ഞപ്പോൾ ശ്രീകുട്ടി ആ ഉദ്യമം അവസാനിപ്പിച്ചു. അങ്ങനെ ഞായറാഴ്ച എത്തി. എല്ലാവരും ഒരു ചെറിയ സദ്യയൊക്കെ ഒരുക്കി പെൺകുട്ടിയുടെ വീട്ടുകാരെ കാത്തിരിക്കുവാണ്. രാജിയും സുമേഷും കുഞ്ഞും തലേ ദിവസം തന്നെ എത്തി. ശോഭയുടെ ചേച്ചിയും ഭർത്താവും പിന്നെ ഇളയ ആങ്ങളെയും ഭാര്യയും ഞായറാഴ്ച കാലത്തെ എത്തിയിട്ടുണ്ട്. രാജൻ്റെ വീട്ടിൽ നിന്നും അനിയനും ഒരു പെങ്ങളും വന്നിട്ടുണ്ട്. അത്യാവശ്യം തൊട്ടടുത്ത അയൽവക്കത്തും അവർ വിളിച്ചിരുന്നു. അന്ന് ശ്രീകുട്ടിയുടെ പിറന്നാളായതിനാൽ ഇത്തിരി പായസം കൂടി ഉണ്ടാക്കി. എല്ലാവരും സന്തോഷത്തിലാണ്. എന്നാൽ കണ്ണന് മാത്രം ചെറിയൊരു പേടിയില്ലാതില്ല. കാരണം എന്തെങ്കിലും തടസ്സം വന്ന് കല്യാണം മുടങ്ങിപ്പോകുമോ എന്ന് അവൻ ഭയപ്പെട്ടു. 12 മണിയാകുന്നതിന് മുൻപ് കല്ലുവിൻ്റെ അച്ചമ്മയും അപ്പച്ചിയും ചിറ്റപ്പനും എത്തി. അച്ചമ്മയുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു പയ്യൻ്റെ കാറിലാണ് അവർ വന്നത്. ശോഭയും രാജനും ഒക്കെ കൂടി എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഓടിട്ട ഒരു വീടാണ്. അതിനോട് ചേർന്ന് ഒരു ചായ്പ് കൂടിയുണ്ട്. അത് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. മുറ്റത്ത് നിറയെ പല തരത്തിലുള്ള ചെടികളൊക്കെ വൃത്തിയായി ഭംഗിയായി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കിഴക്കുവശത്തായി ഒരു ചെറിയ തൊഴുത്തുണ്ട്. അച്ചമ്മയുടെ കയ്യിൽ പിടിച്ച് ശോഭ അവരെ അകത്തേക്ക് കയറ്റി. നീണ്ടു കിടക്കുന്ന ഒരു വരാന്തയാണ്. വെളുത്ത നിറമുള്ള ടൈൽ പാകിയിട്ടുണ്ട്. അമ്മയ്ക്ക് യാത്ര ചെയ്തു വന്ന് ബുദ്ധിമുട്ടുണ്ടോ? രാജൻ ചോദിച്ചു. ഏയ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടയ്ക്കൊക്കെ കാലിൻ്റെ മുട്ടിന് വേദനയുണ്ടാകും. അത് വാദത്തിൻ്റെയാ, അച്ചമ്മ പറഞ്ഞു. അപ്പോഴേക്കും ശോഭ അവർക്ക് കുടിക്കുവാനായി വെള്ളം എടുത്തുകൊണ്ട് വന്നു. അമ്മേ, ഇതാണ് കണ്ണൻ്റെ അച്ഛൻ. അമ്മ പരിചയപ്പെട്ടില്ലായിരുന്നല്ലോ? അതെയോ, എനിക്കറിയില്ലായിരുന്നു. അച്ഛൻ മാത്രം വന്നില്ലല്ലോ അവിടേക്ക്. ഞാൻ ഇറങ്ങാം അമ്മേ, മോളെ കാണാൻ വരുന്നുണ്ടുടനെ, അയാൾ സന്തോഷത്തോടെ പറഞ്ഞു. അച്ചമ്മ തൻ്റെ മകളെയും മരുമകനെയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. കണ്ണനോട് ഉഷയും ഭർത്താവും ഒക്കെ സംസാരിച്ചു. അവർക്ക് രണ്ടാൾക്കും അവനെ ഇഷ്ടമായി എന്ന് അച്ചമ്മയ്ക്കും തോന്നി. ശോഭയുടെയും രാജൻ്റെയും സഹോദരങ്ങളെയും അവരുടെ കുടുംബത്തെയും ഒക്കെ അച്ചമ്മയോടും മകളോടും മരുമകനോടും പറഞ്ഞു കൊടുത്തത് രാജിയുടെ ഭർത്താവ് സുമേഷാണ്. ഒരുപാട് ആളുകളെ കണ്ടപ്പോൾ കുഞ്ഞ് ഭയങ്കര കരച്ചിൽ. രാജി കുഞ്ഞിനെയും കൊണ്ട് മുറിയിലേക്ക് പോയി. അച്ചമ്മയും ഉഷയും കൂടി മുറിയിലേക്ക് പോയി രാജിയോടും വിശേഷങ്ങളൊക്കെ തിരക്കി. സുമേഷിൻ്റെ അച്ഛൻ്റെ പെങ്ങളെ ഉഷയ്ക്ക് അറിയാമെന്നും അവർ ഒരുമിച്ച് പഠിച്ചതാണെന്നും ഉഷ പറഞ്ഞു. ഉഷയും അച്ചമ്മയും കൂടി വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് വീടൊക്കെ കാണുവാനായി സ്ത്രീകളുടെ കൂടി അകത്തേക്ക് കയറി. മൊത്തം 4 മുറിയാണ്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. 2 മുറി ഇടത്തരം വലിപ്പേ ഉള്ളൂ. ഉമ്മറത്തുനിന്ന് നേരെ കയറുന്നത് ചെറിയൊരു ഹോളിലേക്കാണ്. അവിടെ ടി വി മറ്റും ഇരിപ്പുണ്ട്. ഒരു വശത്തായി ഡൈനിങ് ടേബിളും 6 കസേരയും ഇട്ടിരിക്കുന്നു. ചെറിയൊരു അടുക്കളയും ഒരു വർക്കേരിയയും ഉണ്ട്. വീടിൻ്റെ ഉമ്മറത്തും പിൻവശത്തും നീളത്തെ വരാന്തയാണ്. വെളിയിലാണ് ബാത്റൂം. പിറകുവശത്ത് 3-4 മാവ് നിൽപ്പുണ്ട്. അപ്പുറത്തായി 1-2 കശുമാവും കാണാം. കിണറിൻ്റെ ഒരു വശത്തായി ചെറിയൊരു പാവല് കയറ്റി വിട്ടിട്ടുണ്ട്. അതിൽ5-6 പാവയ്ക്ക വിരിഞ്ഞത് കൂടുകെട്ടി മൂടി വെച്ചിരിക്കുന്നു. 2 തൈത്തെങ്ങ് നിറയെ കായ്ച്ചു നിൽപ്പുണ്ട്. അച്ചമ്മയ്ക്ക് ആ വീടും പരിസരവുമൊക്കെ നന്നായി ബോധിച്ചു. ഉഷയുടെ മുഖവും തെളിഞ്ഞാണ്. അവർ കുറച്ചു സമയം അവരോടൊക്കെ സംസാരിച്ചിരുന്നു. കല്ലുമോളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ അല്ലേ? രാജനോടും ശോഭയോടുമായി അച്ചമ്മ പറഞ്ഞു തുടങ്ങി. അവൾക്ക് കൊടുക്കുവാനായി ഒരുപാട് സ്ത്രീധനമൊന്നും ഞാൻ കരുതി വച്ചിട്ടില്ല. എന്നാലും എനിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ അവൾക്ക് ചെയ്തു കൊടുക്കും. പക്ഷേ നിങ്ങൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കല്ലേ. ഞങ്ങൾ ആരെങ്കിലും അമ്മയോട് സ്ത്രീധനത്തെക്കുറിച്ച് ചോദിച്ചോ? മോൾക്ക് എന്ത് കൊടുക്കുമോ അത് കൊടുക്കുക.
അത് കുറഞ്ഞു പോയെന്നോ കൂടിപ്പോയെന്നോ പറഞ്ഞ് ഒരു പരാതിയുമായിട്ട് ഞങ്ങൾ ആരും വരില്ലമ്മേ. ശോഭ അച്ഛമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛമ്മയുടെ കണ്ണ് നിറഞ്ഞു. എനിക്കറിയാം മോളെ, ഈ വീട്ടിൽ എൻ്റെ കുഞ്ഞിന് സന്തോഷമായിരിക്കുമെന്ന് എനിക്കറിയാം. ഈശ്വരനോട് ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ അവളെ കെട്ടിച്ചു വിടുന്നത് എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എൻ്റെ ആരോഗ്യവും ഒന്നിനൊന്ന് മോശമായി വരികയാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കല്ലുമോൾക്ക് പിന്നെ ആരുമില്ല. എങ്ങനെയെങ്കിലും പഠിച്ച് സ്വന്തമായി ഒരു ജോലി നേടണമെന്നാണ് അവളുടെ ഒരേ ഒരു ആഗ്രഹം. കണ്ണമ്മോനോട് ഞാനത് പറയുകയും ചെയ്തു. അച്ഛമ്മ മിഴികൾ ഒപ്പിക്കൊണ്ട് അവരോട് പറഞ്ഞു. അമ്മ വിഷമിക്കണ്ട. മോൾക്ക് പഠിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അവൾ എത്ര വേണമെങ്കിലും പഠിച്ചോട്ടെ. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. രാജനാണത് പറഞ്ഞത്. അത് മതി മോനെ, അത് മാത്രം മതി. അവൾ ചെറുപ്പം മുതലേ 1ാം സ്ഥാനം മേടിച്ചാണ് പഠിച്ചു വന്നത്. അവൾക്ക് പഠിക്കാൻ നല്ല ഉത്സാഹമുള്ള കുട്ടിയാണ്. ആ, എല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ വിധി. ഇത്രയും നാളും അവൾ വിഷമിച്ചു. സ്വന്തം അച്ഛനെയും അമ്മയും ആരെയും കൂടാതെ, അവരുടെ ആരുടെയും സ്നേഹം കിട്ടാതെ അവൾ വളർന്നു. ആ കുറവൊക്കെ നിങ്ങൾ നികത്തണം. അതുമാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. അപ്പോഴേക്കും ശ്രീകുട്ടി ഉഷയും കൂടി മുറിയിലേക്ക് വന്നു. എനിക്ക് ഒരേയൊരു മോളാണുള്ളത്. കല്ലുമോളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒറ്റയ്ക്കാവും. അതുകൊണ്ട് ഇവളോട് എൻ്റെ ഒപ്പം വന്ന് താമസിക്കാൻ പറഞ്ഞു. അമ്മ പറയുന്ന പോലൊന്നും നടക്കില്ല. ചേട്ടനോ അവിടെ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. 25,000 രൂപ മാസം കിട്ടും. അതൊക്കെ ഇട്ടെറിഞ്ഞ് നമുക്കിങ്ങോട്ട് മാറാൻ പറ്റില്ലെന്നേ. അമ്മയെ എൻ്റെ ഒപ്പം കൊണ്ടുപോകാനാണ് എൻ്റെ തീരുമാനം. ഉഷ പറഞ്ഞപ്പോൾ അച്ചമ്മ നിശ്ചയദാർഢ്യത്തിൽ തലയാട്ടി. അച്ചമ്മ ഇങ്ങോട്ട് പോരെ, ഇവിടെ താമസിക്കാം. ഞങ്ങളെല്ലാവരും ഇല്ലേ ഇവിടെ? ശ്രീകുട്ടിയാണത് പറഞ്ഞത്. അത് തന്നെ, ഇവിടെ നിൽക്കാമേ. ഉള്ള സൗകര്യത്തിൽ നമുക്കൊക്കെ അങ്ങ് കഴിയാം. ശോഭയും പിന്താങ്ങി. ആ, അതൊക്കെ പിന്നീടല്ലേ മക്കളെ. എന്നാ വാ, നമുക്ക് ഇറങ്ങാമല്ലേ ഉഷേ? ഇവൾക്ക് ഇന്ന് തിരിച്ചു പോകണം. അച്ചമ്മ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. അയ്യോ, അതെന്നാ പോക്കാ. നമുക്ക് ഊണൊക്കെ കഴിച്ചിട്ട് പോകാം. രാജനും ശോഭയും കൂടി വേഗം ഭക്ഷണം വിളമ്പാനായി പോയി. കണ്ണനപ്പോൾ പ്രസന്നനുമായിട്ട് സംസാരിക്കുവാണ്. ശോഭയുടെ സഹോദരിയും രാജൻ്റെ പെങ്ങളുമൊക്കെ അച്ചമ്മയോടും ഉഷയോടും കല്ലുവിൻ്റെ വിശേഷമൊക്കെ തിരക്കി. എല്ലാവരും നല്ല മനുഷ്യരാണല്ലോ എന്ന് കരുതി അച്ചമ്മ സന്തോഷിച്ചു. പായസം കൂട്ടി വിഭവസമൃദ്ധമായ സദ്യ അവരിലയിൽ വിളമ്പിക്കൊടുത്തു. ശ്രീകുട്ടിയുടെ പിറന്നാളാണെന്ന് അറിഞ്ഞപ്പോൾ അച്ചമ്മയ്ക്ക് വിഷമമായി. ശോ, അറിഞ്ഞിരുന്നില്ലല്ലോ എൻ്റെ കുട്ടി. ഒന്നും കരുതാതെയാണ് വന്നത്. അതൊന്നും സാരമില്ലമ്മേ. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് അല്പം പായസം കൂടി വെച്ചതാണ്, രാജി പറഞ്ഞു. എന്നാൽ പിറന്നാളുകാരി കൂടി ഞങ്ങളുടെ ഒപ്പം ഇരിക്കുക. അച്ചമ്മ നിർബന്ധിച്ചപ്പോൾ ശ്രീകുട്ടി ആദ്യം എതിർത്തുവെങ്കിലും പിന്നീട് അവളും മനസ്സില്ലാ മനസ്സോടെ അവർക്കൊപ്പം ഇരുന്നു. മോനെ കണ്ണാ, ഇന്ന് ഓട്ടമൊന്നും പോയില്ലായിരുന്നോ? ഊണൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ അച്ചമ്മ കണ്ണനോട് ചോദിച്ചു. ഞായറാഴ്ച ദിവസം മിക്കവാറും അവധിയാണ്, അവൻ മറുപടി പറഞ്ഞു. അച്ഛനോടും അമ്മയോടും ഒക്കെ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ വിളിക്കാം കേട്ടോ. അച്ചമ്മ കണ്ണൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ നോക്കി. അവൻ തല കുലുക്കിയതേ ഉള്ളൂ. ഏകദേശം 2 മണി കഴിഞ്ഞിരുന്നു. അവരവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കല്ലുവിനെ പ്രത്യേകം അന്വേഷിച്ചതായി പറയണമെന്ന് രാജയും ശ്രീകുട്ടിയുമൊക്കെ അച്ചമ്മയോട് പറഞ്ഞു വിട്ടു. അവർ വളരെ സന്തോഷത്തിലാണ് പോയതെന്നും ഇവിടെ വന്നിട്ട് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടുവെന്നും രാജൻ്റെ അനിയൻ അഭിപ്രായപ്പെട്ടു. അത് ശരിയാണെന്ന് മറ്റുള്ളവർക്കും തോന്നി. എന്നാൽ കണ്ണൻ്റെ മനസ്സിൽ മാത്രം എന്തൊക്കെയോ ദുരൂഹതകൾ. എന്താണ് അച്ഛനോടും അമ്മയോടും അച്ചമ്മ പറഞ്ഞതെന്ന് ഓർത്തവൻ. കണ്ണൻ എന്താ ഇത്ര ആലോചിക്കുന്നേ? സുമേഷ് ചോദിച്ചു. ഏയ്, ഞാൻ വെറുതെ. അവൻ പെട്ടെന്ന് ഒഴിഞ്ഞു മാറിപ്പോയി. ചേട്ടൻ ഈ കല്യാണം കഴിയുന്നവരെ ടെൻഷനാ, അതുകൊണ്ടാ, ശ്രീകുട്ടി ഉറക്കെ പറഞ്ഞു. കണ്ണൻ അവളെ നോക്കി പേടിപ്പിച്ചപ്പോൾ അവൾ അകത്തേക്ക് ഓടിപ്പോയി. എന്തായാലും ഈ കല്യാണം നടക്കുമെന്നും കണ്ണന് വിധിച്ച പെൺകുട്ടി ഇതാണെന്നും എല്ലാവരും അഭിപ്രായപ്പെട്ടു. അടുത്ത ആഴ്ച തന്നെ നമുക്കിവിടുന്ന് വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ പെൺകുട്ടിയെ കാണാൻ പോകാമെന്ന് ശോഭയുടെ ആങ്ങളയും രാജൻ്റെ അനിയനും അഭിപ്രായപ്പെട്ടു. ആദ്യം അവർ വിളിക്കുമെന്നറിയട്ടെ,
എന്നിട്ട് പോരെ അവിടേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ. അതെന്താ കണ്ണ, നിനക്ക് സംശയമുണ്ടോ? ശോഭയുടെ നെറ്റി ചുളിഞ്ഞു. അവൻ പക്ഷെ അതിന് മറുപടിയൊന്നും കൊടുത്തില്ല. അമ്മ, എല്ലാവർക്കും ഊണ് കൊടുക്ക്, സമയം 2 കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അവൻ ബാപ്പൂട്ടിയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ബൈക്കും എടുത്തു പോയി. തുടരും.